ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? പിന്നീട് അത് 8ഉം 9ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ കർത്താവ് മരിച്ചു. കർത്താവ് അന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നു. ഇത് 68-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ ഇതെൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് അതുവരെയും വിശ്വാസികൾക്ക് സ്വർഗം അടച്ചിരിക്കുകയായിരുന്നു. അതായത് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പോകാനായിട്ട് ആർക്കും സാധ്യമായിരുന്നില്ല. കാരണം പാപത്തിന് പരിഹാരം വരുത്തിയിരുന്നില്ല. എന്നാൽ കർത്താവ് കാൽവറി ക്രൂശിൽ പാപത്തിന് പരിഹാരം വരുത്തിയത് നിമിത്തം കർത്താവ് എന്താണ് ചെയ്തത്? ആദാം മുതൽ വിശ്വാസികളായിരുന്ന എല്ലാവരും അബ്രഹാമിൻ്റെ മടിയിലായിരുന്നു എന്ന് നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ആ ഒരു കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ്? അന്ന് 2 സ്ഥലങ്ങളുണ്ടായിരുന്നു പാതാളത്തിൽ. ഒന്ന് യാതനാസ്ഥലം, ഒന്ന് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ സ്ഥലം. അതായത് മരിച്ച വിശ്വാസികളെല്ലാം അവിടേക്കാണ് പോകുന്നത്. എന്തിൽ വിശ്വസിച്ചത്? കർത്താവിൽ വിശ്വസിച്ചവർ. അത് എന്താണ് വിശ്വസിച്ചതെന്ന് നമ്മൾ നോഹയുടെ കാര്യം വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ 1-ാം അധ്യായം 18-20 വാക്യങ്ങളിലൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് അവിടെ നോഹയുടെ കാലത്ത് വിശ്വസിക്കാത്തവരായി തടവിലാക്കപ്പെട്ട ആളുകളോട്, ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രസംഗിച്ചത് ഇതായിരിക്കും: ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങളന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. മഴ പെയ്യുമെന്ന് പറഞ്ഞു, ആ സമയത്ത് ഒരു പെട്ടകമുണ്ടാക്കി അതിൽ കൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ഞാൻ നോഹയിൽ കൂടെ അറിയിച്ചു. നീതി പ്രസംഗിയായ നോഹ അതൊക്കെയും നിങ്ങളോട് അറിയിച്ചെങ്കിലും നിങ്ങൾ നോഹയെ പരിഹസിച്ചതല്ലാതെ നിങ്ങൾ ആ വിശ്വാസത്തിൽ കൂടെ രക്ഷപ്പെടുവാനായിട്ട്, അതായത് രക്ഷിക്കപ്പെടുവാനായിട്ട് നിങ്ങൾ തുനിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ യാതനാ സ്ഥലത്തായിരിക്കുന്നു. പിന്നെ കർത്താവ് ആ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവരെ അവിടെ നിന്നും പിടിച്ച് കയറ്റി എവിടെ പോയി? ഉയരങ്ങളിലേക്ക് കയറി. അതായത് ഇവിടെ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി. അവരെന്തിൻ്റെ ബന്ധനത്തിലായിരുന്നു? പാപ സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, പാപത്തിന് പരിഹാരം വരാതിരുന്നതുകൊണ്ട് അവർ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത്, ആശ്വാസമുള്ള സ്ഥലം തന്നെയാണ് എങ്കിലും കർത്താവിൻ്റെ സ്വർഗത്തിലല്ലായിരുന്നു അവരെ അവിടെ നിന്നും അവരവിടെ ഒരു ടൈപ്പ് ഓഫ് ബന്ധനസ്ഥ എന്ന് പറയാം നമുക്ക്. അവരെ അവിടെ നിന്നും കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കി. എങ്ങനെ സ്വതന്ത്രരാക്കി? അവരുടെ പാപങ്ങൾ കർത്താവ് കാൽവറി യാഗത്തിലൂടെ ക്ഷമിക്കപ്പെടുവാനിടയാക്കി. അപ്പോൾ അവരെ ആ ബന്ധനത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്താണ്? എന്നിട്ട് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. എന്ത് ദാനമാണ് കർത്താവ് കൊടുത്തത്? പരിശുദ്ധാത്മാവെന്ന ദാനം ആണ് മറ്റു ഭൂമിയിലുള്ള മനുഷ്യർക്ക് കൊടുത്തത്. കാരണം നമ്മുടെ പാപം ഒരിക്കലായിട്ട് ക്ഷമിക്കപ്പെട്ടു. ആ ക്രൂശിൽ വിശ്വസിക്കുന്നവരെ എല്ലാം വിടുവിക്കത്തക്കവണ്ണവും അവരെയൊക്കെ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നടത്തുന്നതിന് വേണ്ടിയും മനുഷ്യർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം കൊടുത്തു. അതിനോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെന്ന ദാനവും കൊടുത്തു. അതാണ് ദാനങ്ങൾ എന്ന് പറയുന്നത്. 9 ദാനങ്ങൾ, അതായത് ഗിഫ്റ്റ്സ് ഓഫ് ദ
സ്പിരിറ്റ് എന്ന് നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ ദാനങ്ങളെക്കുറിച്ചും കൂടെയാണ് വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം 9-ാമത്തേത്, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ. എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രൂശിൽ നമ്മുടെ പാപപരിഹാര ബലി അർപ്പിച്ചതിന് ശേഷം കർത്താവ് ആ പാതാളത്തിൽ, അതായത് അബ്രഹാമിൻ്റെ മടിയിൽ ആയിരുന്നവരെ രക്ഷിച്ച് വിടുവിച്ച്, അവരുടെ ആ താൽക്കാലിക ബന്ധനത്തിൽ നിന്നും വിടുവിച്ച് കർത്താവ് സ്വതന്ത്രരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ ആത്മാക്കളെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. കാരണം പഴയ നിയമ സമയത്ത് മരിക്കുകയാണെങ്കിൽ പാതാളത്തിലേക്കായിരുന്നു പോകുന്നത്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം മരിക്കുന്ന വിശ്വാസികളെല്ലാം എവിടേക്കാണ് പോകുന്നത്? കർത്താവിൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായി പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന്. കാരണം ഇവിടെ ജീവിച്ചിരുന്നാലും എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെയായിരിക്കും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്താൽ കർത്താവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യത്താൽ സാധ്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.